നമസ്കാരം. മറ്റൊരു തെരഞ്ഞെടുപ്പ് കാലം വരികയാണ്. ഒട്ടേറെ വിവാദ വിഷയങ്ങളുണ്ട്, രാഷ്ട്രീയ വിഷയങ്ങളുണ്ട്, വികസനമുണ്ട്. ഇതേക്കുറിച്ചെല്ലാം സംസാരിക്കാൻ നമുക്കൊപ്പമുള്ളത് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി ശ്രീ MP രാജേഷ്. നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. ഒരുപാട് വിവാദങ്ങൾ, തൊട്ടതും പിടിച്ചതുമൊക്കെ വിവാദമാകുന്ന കാലമാണ്. ആരോഗ്യമന്ത്രിക്ക് നേരെ ഉണ്ടായ ആക്രമണം, അതിൽ പരുക്കുപറ്റി എന്ന് CPIM പറയുകയാണ്. പ്രതിപക്ഷവും KSUവും ഒക്കെ ആവർത്തിച്ച് പറയുന്നത് ഞങ്ങൾ ആരും, ഒരു KSU പ്രവർത്തകൻ പോലും മന്ത്രിയുടെ അടുത്തേക്ക് പോയിട്ടില്ല എന്നാണ്. ഇപ്പോൾ അവരുടെ വാദം ബലപ്പെടുന്നു എന്ന രീതിയിലാണ് പ്രതികരണങ്ങൾ വരുന്നത്. ഇത്തരത്തിലേക്കുള്ള വിവാദങ്ങൾ അത് തെരഞ്ഞെടുപ്പ് കാലത്തിന്റെ ഒരു പ്രത്യേകതയായാണോ കാണേണ്ടത്? ആകപ്പാടെ ഒരു വല്ലാത്തൊരു കലാപകലുഷിതമായ സാഹചര്യമാണ് ഈ സംഭവം ഉണ്ടായതിനു ശേഷം നമ്മൾ കാണുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് അതിന് തടയിടാൻ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ശ്രമിക്കാത്തത്? അതിനെ ആളിക്കത്തിക്കുന്ന രീതിയിലേക്ക് പ്രതികരണങ്ങൾ വരുത്തുന്നത് എന്തുകൊണ്ടാണ്? ഇത് തുടങ്ങി വെച്ചവരുടേതാണ്. എവിടെ നിന്നാണ് തുടങ്ങിയത്? ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് അതിക്രമിച്ച് കയറി ആ വസതിയിൽ നാശനഷ്ടങ്ങൾ വരുത്തി അവിടെ കൊണ്ടുപോയിട്ട് റീത്ത് വയ്ക്കുകയാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതിനു മുമ്പുണ്ടായിട്ടുണ്ടോ ഇങ്ങനെയൊരു പ്രതിഷേധം? ഞങ്ങളെല്ലാം പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ളവരാണ്. 28 കൊല്ലം മുമ്പ് പ്രതിഷേധത്തിന് നേതൃത്വം കൊടുത്തതിൻ്റെ കേസ് ഇപ്പോഴും എൻ്റെ പേരിലുണ്ട്. SFI ആയിരിക്കുമ്പോൾ ഒരു മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ കടന്നു കയറി എന്ന് പറഞ്ഞാൽ അതിനൊരു ഭീകരാക്രമണത്തിൻ്റെ ശൈലിയാണ്. അതാണെന്നാണ് ഞാൻ പറഞ്ഞത്. അതൊക്കെ അത്തരം ഒരു ജനാധിപത്യപരമായ പ്രതിഷേധത്തിൻ്റെ ശൈലിയല്ല. ഒരു തീവ്രവാദ സ്വഭാവമുള്ള പ്രതിഷേധത്തിൻ്റെ ശൈലിയാണ്. ജനാധിപത്യപരമായ പ്രതിഷേധം എങ്ങനെ? മന്ത്രിമാരുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തും, പോലീസ് തടയും, അവിടെ ഇരിക്കും, പ്രസംഗിക്കും. ഇത് ഭവനഭേദനമാണ് നടന്നത്. എന്നിട്ട് റീത്ത് കൊണ്ടുപോയി വയ്ക്കുക. എന്ത് തരത്തിലുള്ള സംസ്കാരമാണിത്? എന്ത് സന്ദേശമാണ് നൽകുന്നത്? അതിനെ ന്യായീകരിക്കുക. മുതിർന്ന നേതാക്കൾ, കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ അതിനെ തള്ളി. അത് ആ തള്ളിയത് കണ്ണിൽ പൊടിയിടാനായിരുന്നു. ഓർക്കണം. തള്ളിയ ശേഷം യൂത്ത് കോൺഗ്രസ് നേതാവ് ഞങ്ങൾ ചെയ്തത് ശരിയാന്ന് പറഞ്ഞു. വല്ല നടപടി എടുത്തോ? അപ്പോൾ ആരുടെ നിലപാടാണ് ആത്യന്തികമായി നിലനിൽക്കുന്നത്? ഇപ്പൊ ഈ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായിട്ടുള്ളൊരു ആക്രമണ ശ്രമം എന്ന് പറയുന്നതും ഈ മുതിർന്ന നേതാക്കളുടെ മൗനാനുവാദത്തോടെയാണ് എന്നാണോ? മൗനാനുവാദം എന്നല്ല ഞാൻ പറയാം, പ്രേരണയിലാണെന്ന് പറയണം. പ്രേരണയിലാണ്, അല്ലെങ്കിൽ ഇത് ആവർത്തിക്കില്ല. മന്ത്രിയുടെ വീട്ടിൽ നടന്നതിന് ശേഷം കർശനമായൊരു നിലപാട് നേതൃത്വം എടുത്തിരുന്നെങ്കിൽ പിന്നെ ആവർത്തിക്കുമോ? എന്ത് ന്യായമാണുള്ളത് തീവണ്ടി കയറി പോകാൻ നിൽക്കുന്ന ഒരാളെ പ്ലാറ്റ്ഫോമിൽ വെച്ച് തടയുന്നതിന്? അതെന്ത് പ്രതിഷേധമാണ്? ഇതെല്ലാം ഈ ആക്രമണത്തെ, ജനാധിപത്യ വിരുദ്ധമായ ഈ പ്രതിഷേധത്തെ വെളുപ്പിച്ചെടുക്കാനുള്ള നീക്കാണ്. പെടാപ്പാടാണ്. അതാണ് ചില മാധ്യമങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പ്രതിപക്ഷം പറയുന്നത് ഈ ഇപ്പോൾ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടൊക്കെ ഉയർന്നു വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെ മറയ്ക്കുന്നതിന് വേണ്ടിയുള്ള നാടകമാണ് ഇപ്പോൾ ഈ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള മറുവാദം ആണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. ലോകത്താകെ ഇത്തരത്തിലുള്ള പിഴവുകൾ എല്ലായിടത്തും സംഭവിക്കുന്നുണ്ടല്ലോ. പിന്നെ ശസ്ത്രക്രിയകളുടെ പിഴവ് സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അത് നമുക്കാർക്ക് സംഭവിച്ചാലും നമുക്കത് വലിയ വേദന ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ വലിയ ദുരനുഭവമോ ഒക്കെ ആയിട്ട് മാറും. അതിനും സംശയമില്ല. പക്ഷേ ഹ്യൂമൻ എറർ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ. കഴിഞ്ഞ ദിവസം ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ വന്നൊരു കണക്ക് ചൂണ്ടിക്കാണിച്ചത് ലോകത്താകെ നോക്കിയാലും വികസിത രാജ്യങ്ങളിലേതുമായി നോക്കുമ്പോൾ അതിനേക്കാൾ വളരെ കുറവാണ് കേരളത്തിലെ അത്തരത്തിലുള്ള ചികിത്സാ പിഴവുകൾ എന്നാണ്. 2 ലക്ഷത്തിലേറെ സർജറി നടന്നപ്പോൾ 47 പിഴവാണ് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ 1,23.5. അത് സംഭവിക്കാൻ പാടില്ലാത്തത് തന്നെ. പക്ഷെ മനുഷ്യരാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. അതിന് ആരോഗ്യമന്ത്രിയെ ഇതുപോലെ വേട്ടയാടുന്നതാണോ ശരി? ഇത് UDF സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടായിട്ടില്ലേ? ഇപ്പൊ കത്രികയുടെ സംഭവം തന്നെ 2 സംഭവങ്ങൾ നമ്മൾ തുടർച്ചയായിട്ട് 2017 പിന്നീട് ഇപ്പൊ ഈ കഴിഞ്ഞ 2021 കേൾക്കുന്നു. അതുകൂടാതെ ഈ കുട്ടിയുടെ പാലക്കാട്ടെ തന്നെ കുട്ടി കൈ മുറിച്ചു മാറ്റേണ്ടി വന്ന ഒരു അവസ്ഥ, അങ്ങനെ ഒരു കുഞ്ഞിന് ഉണ്ടായ അവസ്ഥ, അത്തരം കാര്യങ്ങളൊക്കെ 47 സംഭവങ്ങൾ. എത്ര എണ്ണത്തിലാ? 2 ലക്ഷം. ഇത്രയും പ്രൈവറ്റ് ആസ്പത്രി കേരളത്തിലുണ്ട് ഇല്ലേ? പ്രൈവറ്റ് ആസ്പത്രികൾ ഇത്രയധികം കേരളത്തിലുണ്ടായിട്ട് എന്തുകൊണ്ട് സർക്കാർ ആശുപത്രിയിൽ ഇത്രയും ആളുകൾ വരുന്നു? ഇപ്പോഴും ആളുകൾക്ക് വിശ്വാസം സർക്കാർ ആശുപത്രികളാണെന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ആ വിശ്വാസ്യത ഇല്ലാതാക്കാനാണ് ശ്രമം. വിശ്വാസ്യത ഇല്ലാതാക്കാൻ വളരെ ആസൂത്രിതമായ പ്രൊപ്പഗാൻഡ നടക്കുകയാണ്. ആ പ്രൊപ്പഗാൻഡയെ സഹായിക്കാനാണ് ഇത്തരം സമരങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള എന്നുള്ളൊരൊറ്റ വിഷയത്തിൽ ഊന്നിയാണ് കഴിഞ്ഞ സമ്മേളനങ്ങളിലൊക്കെ നമ്മൾ കണ്ട പ്രതിഷേധം. ആ ഒരൊറ്റ വിഷയത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ട്
എന്തുകൊണ്ടാണ് അതിൽ അവർ ഇപ്പോൾ തിരിച്ച് ഭരണപക്ഷം ഉന്നയിക്കുന്ന കാര്യങ്ങൾക്ക് മറുപടി പറയുന്നില്ല? അവർ ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെടുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി തന്ത്രിയുടെ വിഷയം, ആ കോടതി ഉത്തരവാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. ആ കോടതി ഉത്തരവിൻ്റെ പിൻബലമാണ് ഞങ്ങൾ പറയുമ്പോൾ അതാണുള്ളത് എന്ന് പറയുകയാണ്. അങ്ങനെ തന്ത്രിയെ എന്തിനാണ് ബലിയാടാക്കിയത് എന്ന ചോദ്യം, അത് മന്ത്രിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് പറയുന്നു. എങ്ങനെയാണ് സത്യം പുറത്തു വരിക? ഒരു സംവാദത്തിലൂടെയാണ്. അതിനവർ തയ്യാറല്ല. അവർ വ്യാജം, കള്ളം ആസൂത്രിതമായി ചെകിടടപ്പിക്കുന്ന നിലയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകപക്ഷീയമായിട്ടത് പ്രചരിപ്പിക്കുക. സംവാദത്തിനോ അവർ തയ്യാറല്ല. സംവാദത്തിൻ്റെ ഏറ്റവും വലിയ അവസരം എവിടെയാണ്? അസംബ്ലിയിലാണ്. അവർക്ക് അടിയന്തര പ്രമേയം വേണോ? അവതരിപ്പിക്കാം. എന്താ കാരണം? ഈ സംവാദത്തിൽ വസ്തുതകൾ പുറത്തു വരും, മറുഭാഗം കൂടി വരും. അതിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. പ്രതിഷേധം, വാക്കൗട്ട്, പ്രതിഷേധം, വെല്ലിലിറങ്ങൽ, പിന്നെ പുറത്ത് മാധ്യമങ്ങളോട് പറയുക. അവിടെ ഇങ്ങോട്ട് ചോദ്യമില്ലല്ലോ, അങ്ങോട്ട് പറയാം. അതാവുമ്പോഴോ ഈ വസ്തുതകളൊന്നും പുറത്തു വരില്ല. ഇനി നമ്മളിപ്പോൾ അന്വേഷണത്തിൻ്റെ കാര്യം എടുത്ത് നോക്കൂ. അന്വേഷണം സർക്കാരാണോ നിയന്ത്രിക്കുന്നത്? ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചല്ലേ, ദേവസ്വം ബെഞ്ചല്ലേ നിയന്ത്രിക്കുന്നത്? ദേവസ്വം ബെഞ്ചിൻ്റെ തന്നെ വിധി ഉണ്ടായിരുന്നു. അത് പ്രതിപക്ഷത്തിനും പ്രതിപക്ഷവാദങ്ങളെ മാത്രം പ്രചരിപ്പിക്കുന്ന, ഏകപക്ഷീയമായി പ്രചരിപ്പിക്കുന്ന മാധ്യമങ്ങൾക്കുള്ള കനത്ത പ്രഹരമായിരുന്നില്ലേ? എന്താ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത്? ഈ അന്വേഷണത്തിൻ്റെ ഒരു വിവരവും മറ്റാർക്കും അറിയില്ല. എല്ലാ വിവരവും ഞങ്ങളെ അറിയിച്ചുകൊണ്ടാണ് നടത്തുന്നത്. ഓരോ ഘട്ടത്തിലും സീൽ വെച്ച കവറിൽ അന്വേഷണ പുരോഗതി അറിയിച്ചിട്ടുണ്ട്. ഓരോ അറസ്റ്റും ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട്. ഇത് മറ്റാരുമായിട്ടും പങ്കുവച്ചിട്ടില്ല. അന്വേഷണ വിവരങ്ങൾ എന്ന നിലയിൽ പുറത്തു വരുന്നതെല്ലാം തെറ്റായ കാര്യങ്ങളാണ്. നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അന്വേഷണത്തിൻ്റെ ഹൈക്കോടതി മേൽനോട്ടത്തിലുള്ള അന്വേഷണത്തിന് നേതൃത്വം കൊടുക്കുന്ന SIT എന്താ ഹൈക്കോടതി പറഞ്ഞത്? എല്ലാ ഓഫീസർമാരും മോസ്റ്റ് ട്രസ്റ്റ് വർത്തി ആൻഡ് എഫിഷ്യൻ്റ് എന്നാണ്. ഏറ്റവും വിശ്വാസ്യതയുള്ളവരും കാര്യക്ഷമതയുള്ളവരും. ആരാ പറയുന്നത്? ഹൈക്കോടതിയാണ്. പ്രതിപക്ഷ നേതാവ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഹൈക്കോടതിക്ക് ബോധ്യം വന്നവരെ എനിക്ക് ബോധ്യം വരുന്നതാണ്. അതാണ് അദ്ദേഹം പറയുന്നത്. ഹൈക്കോടതിക്ക് മുകളിൽ അദ്ദേഹം സ്വയം പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ കരുതിയിട്ടുള്ളത് ഈ ഏതാണ്ട് മോദി കരുതിയ പോലെയാണ്. ഒരു എന്താ പറയുക, നോൺ ബയോളജിക്കൽ ജന്മമാണ് എന്ന് മോദി അവകാശപ്പെടുന്നത് പോലെ ആണ് പ്രതിപക്ഷ നേതാവ് അവകാശപ്പെടുന്നതെന്ന് തോന്നുന്നു. ഇതൊരു കോടതി ഉത്തരവാണ്. ഇപ്പോൾ കൊല്ലം വിജിലൻസ് കോടതിയുടെ ഉത്തരവാണെങ്കിൽ പോലും അതിൽ ചില പരാമർശങ്ങളുണ്ട്. അതാ പറഞ്ഞത്, വിജിലൻസ് 41 ദിവസമേ അദ്ദേഹം കിടന്നിട്ടുള്ളൂ. സ്വാഭാവിക ജാമ്യം പോലും അല്ല കിട്ടി പുറത്തിറങ്ങിയത്. കൊല്ലം വിജിലൻസ് കോടതിയല്ല, കേരളത്തിലെ പരമോന്നത കോടതി. കേരളത്തിലെ പരമോന്നത കോടതി ഏതാ? ഹൈക്കോടതിയാണ്. ഹൈക്കോടതിയുടെ 2 അംഗ ദേവസ്വം ബെഞ്ചാണ് ഈ അന്വേഷണത്തിന് നേതൃത്വം കൊടുക്കുന്നത്. കേസിൻ്റെ എല്ലാ വിശദാംശവും ആർക്കാണ് അറിയുക? ഹൈക്കോടതി എന്ന് പറഞ്ഞിട്ട് മറ്റാർക്കും അറിയില്ല, ഞങ്ങൾക്കേ അറിയൂ എന്ന് പറഞ്ഞാൽ കൊല്ലം വിജിലൻസ് കോടതിക്കും അത് അറിയില്ല എന്നാണ്. തന്ത്രി ഉന്നയിച്ച വാദം സ്ത്രീ പ്രവേശത്തെ താൻ എതിർത്തു, അതിനോടുള്ള പക സർക്കാർ വീട്ടി. നോക്കൂ, ഈ എല്ലാ ദിവസവും നട തുറക്കണം എന്നുള്ള സർക്കാരിന്റെ ആവശ്യം താൻ എതിർത്തു, അതിനുള്ള പക, ഇതൊക്കെയാണ് തന്നെ പിടിച്ച് ജയിലിലിടാൻ കാരണമായത്. സർക്കാരിലേക്ക് തിരിച്ചു വെച്ചുകൊണ്ടാണ് നിരപരാധിയെ, അതും തന്ത്രിയെ പോലൊരാളെ ജയിലിലാക്കുന്നത് എന്തിനു വേണ്ടിയാണ്? മറ്റു ചില കള്ളങ്ങൾ മറയ്ക്കുന്നതിന് വേണ്ടി എന്നുള്ളതാണ് വാദം. ഞാനിത് പറഞ്ഞത് ഇതെല്ലാം ഹൈക്കോടതിക്കെതിരായ വാദമാണ്. പിന്നെ ഏത് കേസിലും പ്രതിയാക്കപ്പെടുന്ന ആളുകൾക്ക് തെറ്റൊന്നും ചെയ്തിട്ടില്ല, അവരുടെ ഭാഗമാണ് അവകാശപ്പെടുക. ആ ഭാഗം അവർ സ്വാഭാവികമായിട്ടും അവർ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മുടെ മുമ്പിൽ വസ്തുതയുണ്ടല്ലോ. നമ്മൾ ബാക്കി എല്ലാ പ്രതികളും പറയുന്നത് അതുപോലെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഉണ്ടോ? മാധ്യമങ്ങൾ ഏതെങ്കിലും ഈ കേസിൽ ഏതെങ്കിലും പ്രതി പറഞ്ഞിട്ടുണ്ടോ? എല്ലാവരും അവരുടെ ഭാഗമാണ് ന്യായീകരിച്ചത്. അത് നമ്മളാരെങ്കിലും അംഗീകരിച്ചു കൊടുത്തോ? ഇല്ല. കോടതിയുമായി ബന്ധപ്പെട്ട് തന്നെ ഇപ്പോൾ ഡേറ്റ വിവാദം, ചോർച്ച വിവാദം, ഒപ്പം തന്നെ ഈ സർവേയുടെ കാര്യത്തിൽ സുപ്രീം കോടതിയിൽ നിന്ന് ആശ്വാസകരമായൊരു വിധി. ആശ്വാസകരമല്ല, സുപ്രീം കോടതി സർക്കാർ നിലപാടിനെ അംഗീകരിച്ചു. സർക്കാരിൻ്റെ വിജയം നിങ്ങൾ സർക്കാരിനുണ്ടാവുന്നൊരു വിജയത്തെ പരമാവധി ഡൈല്യൂട്ട് ചെയ്തിട്ട് ഒരു ആശ്വാസമായിട്ടേ സംഭവിച്ചു തരാറുള്ളൂ. ഞങ്ങൾ ഇങ്ങനെ ചക്രശ്വാസം വലിച്ചിരിക്കുകയായിരുന്നില്ല ആശ്വസിക്കാൻ. ഇവിടെ ഇപ്പോൾ ഈ സ്മാർട്ടിലൂടെയുള്ള കാര്യങ്ങൾ പോലും ചോർന്നോ എന്ന തരത്തിൽ ഇപ്പോൾ താങ്കൾക്കാണല്ലോ സ്മാർട്ടിൻ്റെ ഒക്കെ ചുമതല തദ്ദേശ ഭരണ വകുപ്പിന് കീഴിലുള്ളത്. അത് രമേശ് ചെന്നിത്തല ഒരു കത്തൊക്കെ കഴിഞ്ഞ ദിവസം പുറത്തുവിടുന്നുണ്ട്. ജനങ്ങൾക്ക് കോടിക്കണക്കിനായി ജനങ്ങളുടെ വിവരങ്ങൾ ചോർന്നു എന്നതിലേക്ക് വ്യക്തമായിട്ടില്ല. ഒരു കത്ത് അദ്ദേഹം പുറത്തുവിട്ടു, എന്നിട്ട് സ്പാർക്കിലെ വിവരങ്ങൾ ചോർന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്.
അപ്പോൾ സ്പാർക്കും കെ സ്മാർട്ടും ഒക്കെ കൂടി ആകെ ആശയക്കുഴപ്പം, പ്രതിപക്ഷത്തിൻ്റെ മുഴുവൻ ആശയക്കുഴപ്പം അദ്ദേഹം പറഞ്ഞ കാര്യത്തിലുണ്ട്. ഇനി നിയമപരമല്ലാത്തൊരു കാര്യവും ഞങ്ങൾ ചെയ്തിട്ടില്ല. സന്ദേശം വരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്കാർ സ്വീകരിച്ച നടപടികളെക്കുറിച്ചുള്ള സന്ദേശമാണ്, സർക്കാരിൻ്റെ സന്ദേശം, ഔദ്യോഗികമായ സന്ദേശമാണ്. ഞാൻ എൻ്റെ ഫോണിൽ എൻ്റെ ഇമെയിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് എനിക്ക് എല്ലാ ദിവസവും പോലെ വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും വരും, എനിക്ക് മാത്രമല്ല വരുന്നുണ്ടാവില്ലല്ലോ, പലർക്കും വരുന്നുണ്ടാവും. സർക്കാരിൻ്റെ കാര്യങ്ങൾ എത്ര പാർലമെൻറ്റ് എന്നുള്ളത് സ്ഥിരം വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ഞാൻ പാർലമെൻറ്റ് മെമ്പറല്ല, ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. അതൊക്കെ സ്വകാര്യതയുടെ ലംഘനമായിട്ട് കണക്കാക്കാൻ പറ്റുമോ? അപ്പോൾ ഈ കെ സ്മാർട്ടുമായി ബന്ധപ്പെട്ടപ്പോൾ ജനങ്ങൾക്ക് അങ്ങനെ ഒരു ആശങ്ക ഉണ്ടെങ്കിൽ അതിനെന്താണ് മന്ത്രിയുടെ മറുപടി? കെ സ്മാർട്ടിൻ്റെ ഒരു വിവരവും നിയമപരമല്ലാതെ ആർക്കും ഉപയോഗിക്കാൻ പറ്റില്ല, അങ്ങനെ കൊടുത്തിട്ടില്ല. ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല. ഇല്ല, ഒരടിസ്ഥാനവുമില്ല. അതാ ഞാൻ പറഞ്ഞത്, കേന്ദ്ര സർക്കാരിൻ്റെ സന്ദേശങ്ങൾ അയക്കുന്നതിൽ ഇതുവരെ ഒരു മുഖപ്രസംഗവും കണ്ടിട്ടില്ല, ഒരു ഹെഡ്ലൈനും കണ്ടിട്ടില്ല, ഒരു രാത്രി ചർച്ചയും കണ്ടിട്ടില്ല. PR ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള പ്രതിപക്ഷത്തിൻ്റെ ഒരു വലിയൊരു ആരോപണമുണ്ട്. നടത്തിക്കൊണ്ടിരിക്കുന്നത് നികുതി പണം ഉപയോഗിച്ച് സർക്കാർ PR നടത്തിക്കൊണ്ടിരിക്കുന്നു, കിഫ്ബി വഴിയും അത് തന്നെ ചെയ്യുന്നു എന്നാണ് പ്രതിപക്ഷം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ KSRTC നോക്കിയാൽ പരസ്യവണ്ടിയായി മാറിയിരിക്കുന്നു, മുഴുവൻ സർക്കാരിൻ്റെ പരസ്യമാണ്. അപ്പോൾ ആ തരത്തിലേക്കൊരു PR പണി ചെയ്യുകയാണ് ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ ഇത്തരം പണം ഉപയോഗിച്ചുകൊണ്ട് എന്ന പ്രതിപക്ഷ ആരോപണത്തിനുള്ള മറുപടി എന്താണ്? മലയാള പത്രങ്ങളിലെല്ലാം തെലങ്കാന സർക്കാരിൻ്റെ പരസ്യമുണ്ട്. അതിന് വിളിക്കാവുന്നൊരു പേരെന്താ? അത് പറഞ്ഞിട്ട് നമുക്ക് ബാക്കി തുടരാം. അല്ല, എന്താണ് ഇത് ജനങ്ങളുടെ പൈസ ഉപയോഗിച്ചുകൊണ്ട് തെലങ്കാന സർക്കാർ എന്തിനാണ് മലയാളത്തിൽ പരസ്യം കൊടുക്കുന്നത്? കേരളത്തിലെ ആളുകൾക്ക് എന്തെങ്കിലും ക്ഷേമ പ്രവർത്തനം തെലങ്കാന ഗവൺമെൻറ് നടത്തുന്നുണ്ടോ? കേരളത്തിലെ ജനങ്ങൾ അറിയേണ്ട, അവർക്ക് ഉപയോഗിക്കേണ്ട എന്തെങ്കിലും ഒരു സ്കീമിൻ്റെ പരസ്യമാണോ ഇവിടെ കൊടുക്കുന്നത്? എന്തിനാണ് കൊടുക്കുന്നത്? ഞങ്ങൾ നടത്തിയ പ്രവർത്തനങ്ങൾ ജനങ്ങളോട് വിശദീകരിക്കാനും ജനങ്ങളുടെ പിന്തുണ സമാഹരിക്കാനുമാണ് ഞങ്ങളും ഈ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് ചെയ്ത കാര്യം പുറത്ത് മിണ്ടിപ്പോകരുത് എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റില്ല. ഈ വികസനം അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നൊരു ആത്മവിശ്വാസമുണ്ടോ? ഇപ്പോൾ ജാഥകൾ നടന്നു, അപ്പോൾ ഇതിലൂടെയൊക്കെ നമ്മൾ വികസനം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനമായും നേട്ടങ്ങൾ. ഏതെങ്കിലും ഒരു കാര്യത്തിൽ പിന്നിലുണ്ടെങ്കിലേ അത് PR ല്ല, അതിൽ വേണ്ടത്ര പോരാന്നാണ് എൻ്റെ അഭിപ്രായം. ബാറുകളുടെ സമയം അത് ദീർഘിപ്പിച്ചു, താങ്കൾ അത് പറയുന്നത് ഏകീകരിക്കുകയാണ് ചെയ്തത്, ദീർഘിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് താങ്കളുടെ വാദം. ഏകീകരിച്ചു എന്നാണ് വാദം. അതെ. അപ്പോൾ അതിൽ ഈ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുള്ള കാര്യം, അത് അദ്ദേഹം പ്രത്യക്ഷമായിട്ട് ഇതിനെ എതിർക്കുന്നൊന്നുമില്ല. താങ്കൾ പക്ഷെ അന്ന് പറഞ്ഞത് ഇതിൽ പ്രതിപക്ഷത്തിന്റെ കൂടെ ആവശ്യം ഞങ്ങൾ കണക്കിലെടുത്തിട്ടുണ്ട് എന്നതാണ്. കൂടുതൽ പക്ഷെ പറയാൻ താങ്കൾ തയ്യാറായിട്ടില്ല. എന്താണ് സംഭവിച്ചത്? അല്ല, അത് താങ്കൾക്ക് അത് ഇപ്പോൾ പറയാമല്ലോ. ഇപ്പോൾ ഇത് വലിയൊരു വിവാദ വിഷയമായി വിവാദം ഉണ്ടെങ്കിലല്ലേ. അല്ല, ഇത് സർക്കാരിനെ പ്രതികൂട്ടിലാക്കിയപ്പോൾ സഭകളുടെയൊക്കെ പ്രതികരണം നമ്മൾ കണ്ടു. ഞാൻ പറഞ്ഞത് എല്ലാ പ്രതികരണങ്ങളുടെയും പിന്നാലെ നമ്മൾ പോകേണ്ട കാര്യമില്ല. ഞാനെന്താ പറഞ്ഞത്, ഇത് കേരളത്തിൽ എത്രയോ കാലമായിട്ടുള്ള ആവശ്യമാണ്, എത്രയോ കാലമായിട്ടുള്ള ആവശ്യമാണ്. പൂച്ചയ്ക്ക് ആരും മണി കെട്ടുന്നുള്ളതായിരുന്നു പ്രശ്നം. ഇത് ന്യായമായിട്ടും ചെയ്യേണ്ടതാണ് എന്ന് ഏത് ആംഗിളിൽ? ടൂറിസത്തിൻ്റെ ആംഗിളിൽ എന്നതാണ് അവരുടെ വാദം. ടൂറിസം മേഖലയിലെ സംരംഭകരുടെ വാദം, ഹോട്ടൽ ഇൻഡസ്ട്രിയിലെ വാദം, അതുപോലെ IT ഇൻഡസ്ട്രിയുടെ വാദം. ന്യായമായും ചെയ്യേണ്ടതാണ്. ലോകത്താകെ വന്നൊരു മാറ്റം, നിങ്ങൾ ഈ ലോകം മാറുന്നൊന്നും കാണുന്നില്ല എന്ന് അവർ ഞങ്ങളോട് ചോദിക്കുന്നത്. ഇത് പണ്ടേ ചെയ്യേണ്ട കാര്യമായിരുന്നു, ഇപ്പോഴെങ്കിലും ചെയ്തല്ലോ, നന്നായി എന്നാണ് പ്രതിപക്ഷത്തിന്റെ താങ്കൾക്ക് കഴിയും. അതൊന്ന് വെളിപ്പെടുത്തിയ ഞാൻ പറഞ്ഞു തരുന്നത്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, വിമർശനമില്ലല്ലോ ഇപ്പോൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പൂജയ്ക്ക് ആര് മണി കെട്ടുന്നുള്ളതായിരുന്നു പ്രശ്നം. സത്യത്തിൽ ആ തീരുമാനം എടുക്കാതിരുന്നത് അതുവരെ വലിയ ഈ ആവശ്യം ഉണ്ടായിട്ട്, അത് കേരളത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് ടൂറിസം വളർച്ചയ്ക്കൊക്കെ ആവശ്യമാണ് എന്ന് ബോധ്യമുണ്ടായിട്ടും എടുക്കാതിരുന്നത് ഇതൊക്കെ കൊണ്ടാണ്. എടുത്താൽ ഈ കോലാഹലങ്ങളെല്ലാം ഉണ്ടാവുമെന്നറിയാം.
പ്രതിപക്ഷ നേതാവ് പറഞ്ഞ താങ്കൾ ഫോണിൽ അങ്ങോട്ടൊന്ന് വിളിച്ചിട്ട് കാലം എത്രയായി എന്ന് പറഞ്ഞു, ഭീഷണി കയ്യിൽ വെച്ചാൽ മതി എന്നും പറഞ്ഞു. ഞാൻ അപ്പോ അതിന് താങ്കൾ മറുപടി പറയണം. അദ്ദേഹത്തിന്റെ അതേ രീതിയിൽ മറുപടി പറഞ്ഞ് ശീലിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ് പൊതുജീവിതത്തിലും ഒക്കെ നമ്മൾ അങ്ങേയറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്തേണ്ട ചില പരസ്പര മര്യാദകൾ ഞാൻ മുറുകെ പിടിക്കുന്നതുകൊണ്ടാണ്. ഈ സമയം കൂട്ടി ബാറുകളുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഈ മദ്യവർജനം എന്നുള്ളത് നയമാണ് എന്ന് മറുഭാഗത്ത് പറയുകയും ചെയ്യുന്നു. അതിനൊരു വിരോധാഭാസമുണ്ടോ? കേരളത്തിൽ മാത്രമാണോ ഈ സമയം? യഥാർത്ഥത്തിൽ കേരളത്തിൽ മാത്രമാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ സമയം അല്ല, അവര് മദ്യവർജനം എന്ന് പറയുന്നില്ല. പറയാം സമയം പുനഃക്രമീകരിച്ചത്. ഇന്ത്യയിൽ എല്ലായിടത്തുമുള്ള സമയത്തിലേക്ക് ഇപ്പോൾ കേരളത്തിൽ ഇത്രയേ ഉണ്ടായിട്ടുള്ളൂ. ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് 35 ലക്ഷം ബാർ ലൈസൻസിന് ഫീസ് ഏർപ്പെടുത്താൻ കഴിഞ്ഞത്? അവരെ വേറൊരു കാര്യത്തിന് ഞങ്ങൾ ആശ്രയിക്കാത്തതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ ഇത്രയും താഴ്ത്തി വെച്ചിട്ടുള്ളത്? മറ്റേ താഴ്ത്തിയതിൻ്റെ ഗുണം ഖജനാവിനല്ല, എവിടേക്കാണെന്നുള്ളത് മനസ്സിലായിക്കോളാം. അപ്പോൾ ഞാൻ ചോദിച്ച ചോദ്യത്തിന് മിനിസ്റ്റർ മറുപടി പറഞ്ഞില്ല. മദ്യവർജനം അതാ ഞാൻ പറഞ്ഞിരുന്നത്. നമ്മുടെ നയം മദ്യനിരോധനമല്ല, വർജനമാണ്. വർജനം ഓരോ വ്യക്തിയും സമൂഹമൊക്കെ ആയിട്ട് നടത്തേണ്ട കാര്യമാണ്. മദ്യത്തിൻ്റെ ലഭ്യതയുണ്ടായതുകൊണ്ട് മദ്യവർജനത്തെ ബാധിക്കുന്നില്ല. ലഭ്യത ഇല്ലാതായതുകൊണ്ട് എല്ലാവരും മദ്യം ഉപേക്ഷിക്കുന്നുണ്ടോ? ഇല്ല, നേരെ തിരിച്ചാണ് അനുഭവം. സഭകൾ ഉൾപ്പെടെ പറയുന്നത് ബാറുകളുടെ എണ്ണം വളരെ കൂടിയിട്ടുണ്ട്. ഇപ്പോൾ 29 പഞ്ചലക്ഷത്തോളം ഹോട്ടലുകൾ ഉണ്ടായിരുന്നിടത്താണ്. കേരളത്തിൽ ബാറ് അതുപോലെ ബെവ്ക് ഔട്ട്ലെറ്റുകൾ എല്ലാം കൂടി 1442. കർണാടകയിൽ 5700 ചില്ലുവാനാണ്. തമിഴ്നാട്ടിൽ ഏതാണ്ട് അതിന് 5600 5400 മറ്റാണ്. കേരളത്തിനേക്കാൾ ചെറിയ തെലങ്കാനയിൽ കേരളത്തെക്കാൾ 1000-ലധികം. നിങ്ങൾ ചില കാര്യങ്ങൾ വരുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളെ താരതമ്യം ചെയ്യാം, ചില കാര്യങ്ങൾ വരുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളെയും താരതമ്യം ചെയ്ത്. കേരളം ലോകത്തെ ഒരൊറ്റപ്പെട്ട തുരുത്താണ്. ഇന്ത്യയിൽ തന്നെ കേരളം ഒരു തുരുത്താണ്. ഒരു താരതമ്യവും പാടില്ല എന്ന് പറയുന്നതിൽ എന്ത് യുക്തിയാണുള്ളത്? അപ്പോൾ ഇതൊരു ഇൻഡസ്ട്രി എന്ന നിലയിൽ ഈ സംസ്ഥാനങ്ങളിലൊക്കെയുള്ള കാര്യങ്ങൾ ഇവിടെയും ബാധിക്കില്ലേ ഇതിനെ? ഇതിനിടയ്ക്കൊരു പേര് വിവാദം വന്നു, മലബാർ മിസ്റ്ററി. പിന്നീട് അത് മിന്നൽ മാജിക്കായി മാറുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഞാൻ ഈ പേരിൻ്റെ കോടതിയിലേക്ക് പോലും പോയിട്ടുണ്ട്. പേരിൻ്റെ കാര്യത്തിൽ സർക്കാരിന് ഒരു റോളുമില്ല. അതൊരു കോർപ്പറേഷൻ്റെ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ സ്വാതന്ത്ര്യമാണ്. അതിന് ഡയറക്ടർ ബോർഡ്, അതിന് MD ഒക്കെ ഉള്ളത്. അത് മന്ത്രി അതിൻ്റെ ഡയറക്ടർ ബോർഡിലില്ല, മന്ത്രി അതിൻ്റെ മാനേജിങ് ഡയറക്ടറുമല്ല. സർക്കാർ അല്ല ആ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടി അത് അപ്രതീക്ഷിതമായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നിടത്ത് താങ്കൾ അതിനെ നിരാകരിക്കുന്ന ഞാൻ കരുതുന്നില്ല. അപ്പോൾ അതിനെല്ലാം മറികടന്നുകൊണ്ട് ഈ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ എന്താണ്, എവിടെയാണ് പിഴവ് സംഭവിച്ചത് എന്ന് കൃത്യമായി തന്നെ മനസ്സിലാക്കി ജനങ്ങളിലേക്ക് പോകും എന്നുള്ളതാണോ? തദ്ദേശ തിരഞ്ഞെടുപ്പിലെ റിസൾട്ട് അപ്രതീക്ഷിതമായിരുന്നു. അതെല്ലാവർക്കും അപ്രതീക്ഷിതമായിരുന്നു. ഞങ്ങൾക്ക് മാത്രമല്ല അപ്രതീക്ഷിതമെന്ന്. ഈ റിസൾട്ട് ഞങ്ങളെ നിശിതമായി എതിർക്കുന്ന, ഞങ്ങൾക്കെതിരെ ഇത്രയും കാലമായിട്ട് അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങൾക്ക് അപ്രതീക്ഷിതമായിരുന്നു, പ്രതിപക്ഷത്തിനും അപ്രതീക്ഷിതമായിരുന്നു. അതെന്തുകൊണ്ടാണ്? ഇതിനേക്കാൾ മെച്ചപ്പെട്ട റിസൾട്ട്, മികച്ച വിജയം LDF അർഹിച്ചിരുന്നു എന്ന് അവരും കരുതുന്നു എന്നുള്ളതാണ്. പക്ഷെ ജനം കരുതുന്നില്ല. അവരും കരുതുന്നു, അവരും ഭയപ്പെട്ടിരുന്നു. പക്ഷെ ജനം അതിനനുസരിച്ചല്ല ഉണ്ടായത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താ? ഒരു അമിത ആത്മവിശ്വാസം LDF അണികൾക്ക് ആകെ ഉണ്ടായി. ഇനിയിപ്പോൾ ഞങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല, സർക്കാർ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്, ആളുകളെല്ലാം വരിയായി വന്ന് നിരനിരയായി വോട്ട് ചെയ്തോളും എന്നൊരു തെറ്റിദ്ധാരണയാണ് അതിലുണ്ടായത്. ആ അലസത ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ വിലയിരുത്തിയത്. അപ്പോൾ ഒരിക്കൽ കൂടി തൃത്താലയിലേക്ക് മത്സരത്തിനെത്തുമോ? ആ കാര്യം പാർട്ടി ഇപ്പോൾ തീരുമാനിക്കാറായിട്ടില്ല. അത് ഞങ്ങളുടെ പാർട്ടിയിൽ ഇത്തരം കാര്യങ്ങളിൽ സ്വയം പ്രഖ്യാപനം നടത്താൻ പറ്റില്ല. സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥികളില്ല. വീണ്ടും ഒരു 3ാം സർക്കാർ വരും എന്നുള്ള ആത്മവിശ്വാസം അത് എത്രത്തോളമാണ്? 3ാം സർക്കാർ വരാതിരിക്കാനുള്ള കാരണങ്ങൾ എങ്ങനെ നോക്കിയാലും കാണാനാവില്ല. 10 വർഷത്തെ സർക്കാരിൻ്റെ പ്രവർത്തനം നോക്കൂ. ഈ ഗവൺമെൻറ്, 2 ഗവൺമെൻറ്റുകൾ നേരിട്ട വെല്ലുവിളികളെ കേരളത്തിൻ്റെ ചരിത്രത്തിലൊരു ഗവൺമെൻറ് നേരിട്ടിട്ടില്ലാത്തതാണ്. ഇന്ത്യയിൽ തന്നെ ഇതുമാതിരിയുള്ള വെല്ലുവിളിയെ നേരിട്ട് ഇത്രയും നന്നായി പെർഫോം ചെയ്ത വേറൊരു ഗവൺമെൻറ് ഇല്ല. 2018 നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രളയം,
19 ഏതാണ്ട് അതിൻ്റെ തനിയാവർത്തനം, അതിനു മുമ്പ് ഓഖി, 2020 കോവിഡ് മഹാമാരി, നീണ്ട ഏതാണ്ട് 1 വർഷത്തോളം നീണ്ട ലോക്ക്ഡൗൺ, അത് സമ്പദ്ഘടനയെ മുഴുവൻ നിശ്ചലമാക്കിയത്. അതിൽ നിന്ന് ഒന്ന് കരകയറി വന്നപ്പോഴേക്കും കേന്ദ്ര സർക്കാർ സ്വീകരിച്ച ദ്രോഹ നടപടികൾ. ഇപ്പം അതിലാർക്കും സംശയമില്ലല്ലോ. ആദ്യം അത് ഞങ്ങളുടെ ഒറ്റപ്പെട്ട ശബ്ദമായിട്ടിങ്ങനെ ഒരു വനരോധനമായിട്ട് അവസാനിക്കുകയായിരുന്നു. കേന്ദ്രത്തിൻ്റെ പ്രതികാര ബുദ്ധി, അവഗണന എന്നും പറഞ്ഞാൽ മതിയാവില്ല അത്. പക്ഷെ അവസാനത്തെ കേന്ദ്ര ബജറ്റ് വന്നപ്പോൾ ഇതുവരെ കണ്ടില്ലെന്ന് നടിച്ച് എല്ലാ മാധ്യമങ്ങൾക്കും പറയേണ്ടി വന്നില്ലേ, വെറും ആമാമുട്ടയാണ് കിട്ടിയതെന്നുള്ളത്. BJP കേരളം പിടിക്കുമെന്ന് തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി ഇവിടെ എത്തുമ്പോഴും അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസവും അതുതന്നെയാണ്. പ്രധാനമന്ത്രി എത്ര തവണ കേരളത്തിൽ വരുന്നോ അത്രയും ക്ഷീണമായിരിക്കും BJPക്ക് ഉണ്ടാവുക. കാരണം ആമമുട്ടയും കൊണ്ടാണല്ലോ വരുന്നത്. ഓരോ തവണ പ്രധാനമന്ത്രിയുടെ മുഖം കാണുമ്പോഴും ആളുകളുടെ മനസ്സിൽ ആമമുട്ടയാണ് വരിക. ഇമാതിരി വഞ്ചന ചെയ്ത ഒരാൾ ഒരു ലജ്ജയും ഇല്ലാതെ ചിരിച്ചു കാട്ടി വന്നിരിക്കുന്നു എന്നല്ലേ ആളുകൾ മനസ്സിൽ പറയുക. അതിൻ്റെ അനുഭവം വയനാട്ടിലില്ലേ? വയനാട്ടിൽ പ്രധാനമന്ത്രി വന്നു ഇല്ലേ, ഫോട്ടോഷൂട്ട് നടത്തി, ഒരു കൊച്ചു കുട്ടിയെടുത്ത് കൊഞ്ചിച്ച് വേണ്ടത്ര ഫോട്ടോ എടുത്തില്ലേ എന്ന് ഉറപ്പാക്കി ആൾ സ്ഥലം വിട്ടു. ചില്ലിക്കാശിൻ്റെ ഗുണം കേരളത്തിനുണ്ടായോ? പക്ഷേ അവിടെ ഈ ദ്രോഹമുണ്ടായിട്ടും മാർച്ച് 1-ാം തീയതി ടൗൺഷിപ്പ് വരികയാണ്. നോക്ക്, ഇതിൽ ആരെയാണ് വിശ്വസിക്കാൻ പറ്റുന്നത്? ഇതാണ് പ്രധാനമന്ത്രിയുടെയും BJPയുടെയും സ്ഥിതി. ചില്ലിക്കാശ് തന്നില്ല. എത്ര വീട് വെച്ച് കൊടുക്കുന്ന പറഞ്ഞത്? 300 വീട് 30 സെക്കൻഡ് കൊണ്ട് നാവ് കൊണ്ട് വെച്ച് കൊടുത്ത ആളാണ് പ്രതിപക്ഷ നേതാവ്. ഇതുവരെ കോൺഗ്രസ് പിരിച്ച കാശിൻ്റെ കണക്ക് പറഞ്ഞിട്ടില്ല. ഒരു വീടുണ്ടാക്കി കൊടുത്തിട്ടില്ല. ഇന്നിപ്പോൾ തറക്കല്ലിടൽ, അതെ, കല്ല് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ട്രേഡ് മാർക്ക് എന്ന് പറഞ്ഞാൽ തറക്കല്ലാണല്ലോ. തറക്കൽ കൊണ്ട് ആളെ കബളിപ്പിക്കാൻ കോൺഗ്രസിനെ കഴിഞ്ഞിട്ടേ കിട്ടും. കഴിഞ്ഞ ദിവസം ഒരു ചോദ്യം കൂടി, ഈ 24-ന്റെ ഒരു ബിസിനസ് കോൺക്ലേവ് നടത്തിയപ്പോൾ കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞ ഒരു കാര്യം, മന്ത്രിയെ വേദിയിലിരുത്തിയാണ് KC വേണുഗോപാൽ ആ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത്, ഇത് കേന്ദ്രം തരുന്ന വിഹിതം എന്നുള്ളത് ഔദാര്യമല്ല, കേന്ദ്രം തരുന്നത് സംസ്ഥാനങ്ങൾക്ക് അർഹതപ്പെട്ടതാണ്. ഒപ്പം തന്നെ കേരളത്തോടുള്ള കേന്ദ്ര ബജറ്റിലെ വിവേചനം KC വേണുഗോപാൽ ചൂണ്ടിക്കാട്ടി. എയിംസ് 15 വർഷമായിട്ട് ആവശ്യം ഉന്നയിക്കുന്നത്, കൂടാതെ ഈ അതിവേഗ റെയിൽ ഇടനാഴി, ഇതൊക്കെ അവഗണിച്ചുകൊണ്ടുള്ള കാര്യം KC വേണുഗോപാൽ പറയുമ്പോൾ അതിന് കേന്ദ്രമന്ത്രിയുടെ മറുപടി, കേരളം ഒരു പ്രത്യേക ഇടമാണ്, ഒരു സിറ്റി പോലെയുള്ള ഇടമാണ്, അപ്പോൾ പല പ്രത്യേകതകളുമുണ്ട്, അതൊക്കെ നോക്കിയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, ആലോചിച്ചാകും തീരുമാനമെന്ന് പറയുന്നു. മറ്റൊന്ന്, പദ്ധതി നിർവഹണം കൃത്യമായി നടത്തുന്ന സംസ്ഥാനങ്ങൾക്ക് നമ്മൾ ഫണ്ട് അനുവദിക്കുന്നുണ്ട്, അത് കേരളത്തിനും കൊടുക്കുന്നുണ്ട്. ഇതായിരുന്നു കേന്ദ്രമന്ത്രിയുടെ മറുപടി. കേന്ദ്രമന്ത്രിയുടെ മറുപടി ഒരു വഞ്ചകൻ്റെ ന്യായീകരണമാണ്. കേരളത്തോട് കൊടും വഞ്ചന കാണിച്ച ഒരു വഞ്ചകൻ്റെ ന്യായീകരണം മാത്രമാണ്. KC വേണുഗോപാൽ ഇപ്പോഴെങ്കിലും ഒന്ന് വായ തുറന്നല്ലോ, നിങ്ങളുടെ ബിസിനസ് കോൺക്ലേവ് വിളിക്കില്ല. അദ്ദേഹം പറയേണ്ട സ്ഥലം പാർലമെൻറ്റായിരുന്നു, പറയാൻ 5 കൊല്ലം ഉണ്ടായിരുന്നു. കോൺക്ലേവിൽ വന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാം. ഇനി അത് പറയാതിരുന്നാൽ കേരളത്തിലേക്ക് വരാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ്. ഈ കേന്ദ്രത്തിൻ്റെ നീതി ആയോഗാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ കേരളത്തെ ഒന്നാമതായിട്ട്, ഒരു തവണയല്ല തുടർച്ചയായിട്ട് കേരളമാണ് ഒന്നാമതെന്ന് പറഞ്ഞത്. ഈ കേന്ദ്രത്തിൻ്റെ ഇക്കണോമിക് സർവേ ഇപ്പോൾ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചതിലാണ് കേരളത്തിൻ്റെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ദേശീയ മാതൃകയാണ് എന്ന് പറഞ്ഞത്. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ രേഖകളെങ്കിലും കിരൺ റിജിജു ഒന്ന് എടുത്ത് വായിച്ചു നോക്കുന്നത് നല്ലതാണ്. വല്ലതൊക്കെ വായിച്ചിട്ട് വേണം വന്ന അഭിപ്രായം പറയാൻ. വളരെ നന്ദി മിനിസ്റ്റർ. താങ്ക് യു.